യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണേ മക്കളെ, പ്ലീസ്. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ ഒരു പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1.25 കപ്പ് പഞ്ചസാരയല്ല, ചമ്പാപ്പച്ചരി എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി അത് കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്ത് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് പാലും കൂടെ അതിലോട്ട് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം 7 വിസിലടിക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 7 കൂടുതൽ വിസിലടിച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്ന് വെന്ത് കുഴഞ്ഞു പോകുമ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇപ്പം കുക്കറൊക്കെ തുറന്ന് നോക്കുമ്പോൾ വെന്തതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് പഞ്ചസാരയൊക്കെ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാത്തവർക്ക് എടുക്കാം കേട്ടോ. അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പഞ്ചസാര എടുത്ത് ഏലക്ക പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കാരമൽ ചെയ്തെടുത്ത് പാൽപ്പായസത്തിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഉണ്ട്, ഒരു കളർ വ്യത്യാസം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുമ്പോൾ ഉള്ളൊരു പ്രതീതി ഉണ്ടാവും. അതേ ടേസ്റ്റൊന്നും വരത്തില്ല നമ്മൾ ഉണ്ടാക്കിയ, എന്നാലും ഒരു പ്രത്യേക രുചി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരിയിൽ 1 ലിറ്റർ പാലാണ് ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ മൊത്തം പാൽ അതിലോട്ട് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമലും കൂടെ അതിലോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കണ്ട കേട്ടോ. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കാരമലല്ല കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ അതിലോട്ട് ഒഴിക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല, എന്നും പറഞ്ഞ് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അതിനുശേഷം ബാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു റെസിപ്പി ഇതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്പലത്തിലെ ഒരു പ്രതീതിയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലെന്തായാലും തുളസി ഇലയൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും കുറച്ച് തുളസി ഇലയൊക്കെ ഇട്ടൊന്ന് ഇതാക്കി കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഇത് ഞാൻ മാത്രം പുതുതായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഇഷ്ടപ്പെടാത്തവരൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ഇതിൽ തുളസി ഇല ഇട്ടാൽ, തുളസി ഇല ഇപ്പം ആരോഗ്യത്തിന് നല്ലതാണല്ലോ, പ്രത്യേകിച്ച് അങ്ങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അതിന്, പാൽപ്പായസത്തിന്. അപ്പോൾ ഇത് നല്ല രുചികരമായോ, കാണുന്ന പോലെ നല്ല നല്ല ടേസ്റ്റാണ്. ഓവറായിട്ടുള്ള മധുരം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.